be occupied in serving others. മറ്റുള്ളവരെ സേവിക്കുന്നതിൽ ശുശ്രൂഷിക്കുന്നതിൽ വ്യാപൃതരാകുക. We already heard a couple of messages on the theme. ഈ ചിന്താവിഷയത്തെ ആസ്പദമാക്കി ചില മെസ്സേജുകൾ നാം ഓൾറെഡി കേട്ട് കഴിഞ്ഞു. Last night we were talking about how we need to be occupied in edifying others, that is helping others spiritually. മറ്റുള്ളവരെ ആത്മീയമായി സഹായിക്കുന്നതിൽ എങ്ങനെ നാം കേട്ടു. Now this morning we are going to talk about serving others. മറ്റുള്ളവരെ സേവിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷിക്കുക. There's a slight difference between edifying and serving. സഹായിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞതിൽ അല്പം അന്തരമുണ്ട്. ആത്മീയ വർധനയും ശുശ്രൂഷയും എന്നുള്ളതാണ്. You know, edify is mainly spiritually building up. മറ്റുള്ളവരെ ആത്മീയമായി പടുത്തു ഉയർത്തുവാൻ സഹായിക്കുക. But when you say serve, or in English you also say minister, it's a general term that refers to all aspects of our personality. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും ബന്ധിക്കുന്നതാണ്. അതും വളരെ ലളിതമായ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കാണിക്കുന്നു. Not only just spiritually help somebody, മറ്റുള്ളവരെ ആത്മീയമായി മാത്രം സഹായിക്കുകയല്ല, but even physically and materially in all aspects of someone's life. ശാരീരിക ഭൗതികമായ തലങ്ങളിലും അവരെ സഹായിക്കുക. Well, it has to do with our spiritual life, no doubt. തീർച്ചയായും നമ്മുടെ ആത്മീയ ജീവിതത്തിന് അതിന് പങ്കുണ്ട്. So last night we heard how we can edify, spiritually build up others. എങ്ങനെ മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് കഴിഞ്ഞ രാത്രിയിൽ നാം കേട്ടു. Now this morning we are going to talk about how we can serve others in so many ways. മറ്റുള്ളവരെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാം, ശുശ്രൂഷിക്കാമെന്ന് ഇന്ന് രാവിലെ നമുക്ക് നോക്കാം. And the Lord and the Master said, be occupied. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വ്യാപരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി വ്യാപാരം ചെയ്യുക. We looked at some areas where we need to be occupied. നാം എങ്ങനെയൊക്കെ വ്യാപരിക്കണമെന്നുള്ളതിനെ കുറിച്ച് ചില തലങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. Now this morning we are talking about how we can be fully involved in helping and serving others. മറ്റുള്ളവരെ സമ്പൂർണ്ണമായി സഹായിക്കുവാൻ സേവിക്കുവാൻ എങ്ങനെ കഴിയുമെന്നുള്ളത് ഇന്ന് രാവിലെ നമുക്ക് നോക്കാം. Now when you talk about service, I think we should start with the supreme example of service, even our Lord Jesus Christ. അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ നാം ആദ്യം ഏറ്റവും പരമപ്രധാനമായി കാണുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ്. See, if someone talks about love, how can he talk about love without talking about God and God's love, because God is love. സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ ദൈവമായ, അതായത് സ്നേഹം ദൈവമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, അവനെ അറിയാതെ എങ്ങനെ പറയുവാൻ കഴിയും? Now if we have to talk about serving others, how can we talk about it without that master example of service, the Lord Jesus Christ, and how he served others? ദാസന്മാരിൽ ശ്രേഷ്ഠനായ കർത്താവിന്റെ ദാസത്വം മനസ്സിലാക്കാതെ എങ്ങനെ മറ്റുള്ളവരെ സേവിപ്പാൻ ശുശ്രൂഷിപ്പാൻ നമുക്ക് പറയുവാൻ കഴിയും? Shall we turn in our Bibles to one or two passages that speak about the serving attitude or example of our Lord Jesus Christ? കർത്താവിന്റെ ശുശ്രൂഷ മനോഭാവത്തെ കാണിക്കുന്ന ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് രാവിലെ നോക്കാം. Shall we look at John's Gospel chapter 13 to start with? John's Gospel chapter 13. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരാം. Now we are familiar with that passage where the Lord washed the feet of his disciples. കർത്താവിന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയ ആ ഭാഗം നമുക്കറിയാമല്ലോ. No, I don't have to read the whole thing. We are all familiar with that passage. ആ ഭാഗം ഞാൻ മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സുപരിചിതമായ ഭാഗമാണ്. But what all did the Lord do there? എന്താണ് സത്യത്തിൽ കർത്താവ് അവിടെ ചെയ്തത്? Now we are looking at a supreme example of serving others. കർത്താവ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ ചെയ്തതിന്റെ പരമമായ ഒരു ഉദാഹരണമാണ് അവിടെ കാണുന്നത്. In verse 1 we read like this. ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. You know, the verse 1 speaks about the love of the Lord Jesus for his disciples. കർത്താവിന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള കർത്താവിന്റെ സ്നേഹമാണ് അവിടെ നാം കാണുന്നത്. What do we read there in verse 1? അവിടെ എന്താണ് നാം വായിക്കുന്നത്? He loved them unto the end. അവരെ അവൻ അവസാനത്തോളം സ്നേഹിച്ചു എന്നാണ് വായിക്കുന്നത്. Well, that is the first verse. അതാണ് അവിടുത്തെ ഒന്നാമത്തെ വാക്യം. The Lord Jesus loved his people, his disciples, unto the end. തന്റെ ജനത്തെ, തന്റെ ശിഷ്യന്മാരെ അവൻ അവസാനത്തോളം സ്നേഹിച്ചു. Then in verse 4 you read, നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, he rises. അവൻ എഴുന്നേറ്റു. Then he laid aside his garment. അവന്റെ വസ്ത്രം അവൻ ഊരിവെച്ചു. And he girded a towel around him. ഒരു തുവർത്തെടുത്ത് അവൻ അരയിൽ ചുറ്റി. Then he began to wash the feet of his disciples. എന്നിട്ട് തന്റെ ശിഷ്യന്മാരുടെ കാലുകൾ അവൻ കഴുകുവാൻ തുടങ്ങി. The first thing I would like to say, എനിക്ക് പറയാനുള്ള കാര്യം, the greatest motivation for service is love.
അതെ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെങ്കിൽ അതിന്റെ പ്രേരണാത്മക ശക്തി എന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹമാണ്. Why did the Lord Jesus serve his disciples? എന്തിനാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷിച്ചത്? Who is the master and who is the servant? ആരാണ് യജമാനൻ, ആരാണ് ദാസൻ? Verse 1 says, he is the master. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവനാണ് യജമാനൻ. Oh, he knew that he was going to the Father. അവൻ അറിയാം അവൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നവനാണ്. And that he had come from the Father. അവൻ പിതാവിൽ നിന്ന് വന്നവനാണ്. And he was going there. അവൻ അവിടേക്ക് പോകുന്നവനാണ്. And knowing this, he loved them. ഇത് അറിഞ്ഞിട്ടും കർത്താവ് അവരെ സ്നേഹിച്ചു. The motivation for service is always love. അതെ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള പ്രേരണാത്മക ശക്തി എന്ന് പറയുന്നത് സ്നേഹമാകുന്നു. See, service that comes out of compulsion will be ineffective. അതെ, ആ സ്നേഹത്തിന് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് അല്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്നേഹമില്ലെങ്കിൽ എങ്ങനെ ചെയ്യുവാൻ കഴിയും? If you do it just out of compulsion, somebody is compelling you to do, it won't be effective. അതെ, മറ്റുള്ളവരുടെ ആരെങ്കിലും ഒന്ന് പ്രേരിപ്പിച്ചത് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫലമുണ്ടാകത്തില്ല. Why does a mother serve her children? എന്തിനാണ് ഒരു മാതാവ് തന്റെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നത്? Wakes up in the middle of the night, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നെണീറ്റ് goes without sleep for days and months. ആ ആഴ്ചകൾ മാസങ്ങൾ ഉറക്കമില്ലാതെ കിടന്ന് For what? എന്തിനു വേണ്ടി? What is the motivation? എന്താണ് അതിന്റെ പ്രേരണാത്മക ശക്തി? Not money, പണമല്ല, nothing else. മറ്റൊന്നുമല്ല, Only love. സ്നേഹം മാത്രമാണ്. And here in this chapter, അതെ, ഈ അധ്യായത്തിൽ the Lord Jesus teaches us a great lesson. കർത്താവ് നമ്മെ വളരെ മനോഹരമായ പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുകയാണ്. It is love that is the main motivation behind service. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ശുശ്രൂഷകന്മാരുടെ ഏറ്റവും ആവശ്യം സ്നേഹമാണ്. You and I, we will be willing to serve others in the body of Christ if we truly love the Lord and love his people. കർത്താവിന്റെ ജനത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ നിലയിൽ ഉണ്ടാവേണ്ട ആവശ്യമാണ്. And then in verse 4 we read, he rises. അതെ, നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവൻ എഴുന്നേറ്റു. Oh, what a rising was that. എന്തിനു മാത്രമുള്ള എഴുന്നേൽപ്പാണത്? He rises from his seat. അവന്റെ ഇരിപ്പിടത്തു നിന്നും ഇരുന്നിടത്തു നിന്നും അവൻ എണീക്കുന്നു. He was sitting up there on the throne. He was sitting in heaven. അവൻ സ്വർഗ്ഗോന്നതങ്ങളിൽ ഇരുന്നവനായിരുന്നു. And one day he rises. അവൻ ഒരിക്കൽ അവിടെ നിന്ന് എണീറ്റു. To serve. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ. Then what did he do? എന്ത് ചെയ്തു? He laid aside his garment. അവന്റെ എല്ലാം അവൻ ഉരിഞ്ഞു വെച്ചു. The pomp and splendor, the external glory of Godhead, he laid it aside. അവന്റെ ബാഹ്യമായ ദൈവ തേജസ്സിനെ അവൻ ഉരിഞ്ഞു വെച്ചു. He rose from his seat. അവന്റെ ഇരിപ്പിടത്തു നിന്ന് അവൻ എണീറ്റു. That shows his determination to serve. അവന്റെ ആ പ്രേരണ അല്ലെങ്കിൽ അവന്റെ ആ ഉറപ്പിനെയാണ് ഇത് കാണിക്കുന്നത്. And then he removes his outer garment. അവന്റെ വസ്ത്രം അവൻ ഊരി വെച്ചു. The pomp and splendor, external glory of Godhead, he laid aside. ബാഹ്യമായ ദൈവത്വത്തെ അവൻ ഉരിഞ്ഞു വെച്ചിട്ട് അവൻ എണീറ്റു. And he took a towel and girded himself with it. എന്നിട്ടൊരു തുണി അവന്റെ അരയ്ക്ക് അവൻ ചുറ്റി. You see, girding or tying something is restricting you. അത് അവനെ പരിമിതപ്പെടുത്തുന്ന ഒരു അനുഭവമാണത്. He restricted himself as a human being. ഒരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെ അവൻ പരിമിതപ്പെടുത്തി. Of course he is God, no doubt. ദൈവമാണവൻ, ഒരിക്കലും അത് സംശയമില്ല. But he restricted himself when he entered into this human body. എന്നൊരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെ പരിമിതപ്പെടുത്തുവാൻ അവൻ ശ്രമിച്ചു. And then what did he do? എന്നിട്ട് അവൻ എന്ത് ചെയ്തു? He took a bucket. എന്നിട്ടൊരു തൊട്ടി അവൻ എടുത്തു. He took some water. അതിൽ വെള്ളം എടുത്തു. That is symbol of service. അതാണ് സേവനത്തിന്റെ അടയാളം. And he began to wash the feet, dirty feet of his disciples. എന്നിട്ട് അവരുടെ ആ അഴുക്കേറിയ കാലുകളെ അവൻ കഴുകുവാൻ തുടങ്ങി. And then the Lord Jesus, having done this, in verse 24 he said, എന്നിട്ട് 24ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, you also do likewise. ഞാൻ ചെയ്ത പോലെ നിങ്ങളും ചെയ്യുവീൻ. Why should we serve? എന്തിനു നാം ശുശ്രൂഷിക്കണം? Because the Lord asked us to serve one another. കർത്താവ് നമ്മോട് പറഞ്ഞതുകൊണ്ട് നാം അത് ചെയ്തിരിക്കണം. In Galatians 5:13 we read, serve one another in love. സ്നേഹത്തിൽ അന്യോന്യം ശുശ്രൂഷിപ്പാൻ ഗലാത്യ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. Serve one another in love. സ്നേഹത്തിൽ അന്യോന്യം നാം ശുശ്രൂഷിക്കുക. Now no one can say, Lord, I don't know how to serve. ആർക്കും പറയുവാൻ കഴിയത്തില്ല, എനിക്ക് കർത്താവേ ആരെയും ശുശ്രൂഷിപ്പാൻ അറിയത്തില്ല. If you don't know, read John 13. അതെ, നിങ്ങൾക്കത് അറിയാൻ വയ്യായെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം വായിച്ചിരിക്കണം. Be willing to make a determination. അതിനൊരു തയ്യാറെടുപ്പ് നിങ്ങൾ ഉണ്ടായിരിക്കണം. Rise up from your seat. അതിന് നിങ്ങൾ എണീക്കണം. I hope some of you would take that determination today. ഇന്ന് അതിനൊരു തീരുമാനം നിങ്ങൾ ചിലർ എടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Lord, in the past many years
അതെ, കഴിഞ്ഞ അനേക നാളുകളിൽ I was indifferent, I was careless. ഞാൻ വ്യത്യസ്തനായിരുന്നു, ഞാൻ ആരെയും കരുതാത്തവനായിരുന്നേക്കാം. It's true, I must have given some money here and there, little bit of service I was doing. ചില കാര്യങ്ങൾക്ക് വേണ്ടി അല്പം പണങ്ങൾ ഞാൻ ചെലവഴിച്ചേക്കാം. But now the Lord speaks to me in this conference, occupy fully till I come back in serving others. എന്നാൽ ഈ കോൺഫറൻസിന്റെ പശ്ചാത്തലത്തിൽ ദൈവം എന്നോട് നമ്മൾ സംസാരിക്കുന്നു, ഞാൻ വരുവോളം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ നിങ്ങൾ വ്യാപൃതരാകുവാൻ പറയുന്നു. Lord, as you rose from your seat, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അവന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു, I decide to rise up. ഞാനും എണീറ്റു. From my present position, എന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് I make a decision. ഞാനതിന് തീരുമാനമെടുക്കുന്നു. Will you do that? നിങ്ങൾ അതങ്ങനെ ചെയ്യുമോ? And then he laid aside certain things. എന്നിട്ട് അവൻ ചില കാര്യങ്ങൾ മാറ്റിവെക്കുന്നു. Oh, my feeling that I'm a great man. ഞാനൊരു വലിയ മനുഷ്യനാണെന്നുള്ള എന്റെ തോന്നലുകൾ, I'm a great preacher. ഞാനൊരു പ്രാസംഗികനാണെന്നുള്ള എന്റെ ആ തോന്നലുകൾ, I'm an able man. ഞാനൊരു കഴിവുള്ളവനാണെന്നുള്ള I'm the senior in the church. ഞാനൊരു വലിയൊരാളെന്നുള്ള ബോധം, I'm the elder of the church. ഞാനൊരു മൂപ്പനാണെന്നുള്ള ബോധം, I'm the youth leader. ഞാനൊരു യൂത്ത് ലീഡറാണെന്നുള്ള ബോധം, I lay all that aside. അതെല്ലാം ഞാൻ അല്പനേരത്തേക്ക് മാറ്റിവെക്കുന്നു. And I'm going to gird myself. ഞാൻ എന്നിട്ട് എന്നെ പരിമിതപ്പെടുത്തുന്നു. I'm going to make myself small. ഞാൻ എന്നെ തന്നെ ചെറിയവനാക്കി മാറ്റുന്നു. I'm going to restrict myself. ഞാൻ എന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു. And I'm going to stoop down to take some water and a bucket. എന്നിട്ട് ഞാൻ തൊട്ടിയിൽ അല്പം വെള്ളം എടുക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്നു. And I'm going to bow down to wash the feet of my brothers and sisters. അങ്ങനെ കുനിഞ്ഞുകൊണ്ട് അവരുടെ കാലുകൾ കഴുകുവാൻ, എന്റെ സഹോദരന്മാരുടെ കാല് കഴുകുവാൻ ഞാൻ നിൽക്കുന്നു. Occupy till I come. ഞാൻ വരുവോളം അങ്ങനെ ഞാൻ വ്യാപാരം ചെയ്യുന്നു. Another classic example of service is found in Philippians chapter 2. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ മറ്റൊരു ഭാഗം കാണുവാൻ കഴിയും. That again is a very familiar passage for all of us. അതും നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. How the Lord Jesus came down from his position above. അതേ, കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാണ് തന്റെ ഉന്നതങ്ങളിൽ നിന്ന് ഇറങ്ങി അവൻ താഴേക്ക് വന്നത്. Philippians chapter 2. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, In the first passage, in the first several verses, ആദ്യത്തെ ചില വാക്യങ്ങൾ, it speaks of the mind of Christ. കർത്താവിന്റെ മനസ്സ് എന്താണെന്ന് അവിടെ പറയുന്നു. Verse 5, let this mind be in you which was also in Christ Jesus. ക്രിസ്തുയേശുവിന്റെ ഈ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. And what is that mind? എന്തായിരുന്നു അവന്റെ ആ ഭാവം? Verse 6, 6-ാമത്തെ വാക്യം, he was in the form of God. അവൻ ദൈവരൂപത്തിൽ ഇരുന്നു. That means he was God himself. അവൻ ദൈവമായിരുന്നു. But he decided to give up the external glory of Godhead. എന്നാൽ ദൈവത്തോടുള്ള സമത്വം അവൻ മുറുകെ പിടിക്കാതെ അത് ഉപേക്ഷിക്കുവാൻ ഒരുങ്ങി. Does not mean that he gave up his deity. അവന്റെ ദൈവത്വം അവൻ കളഞ്ഞുവെന്നല്ല. But the external pomp and splendor of Godhead. ബാഹ്യമായ ദൈവത്വം അവൻ ഉരിഞ്ഞു വെച്ചു. And he decided to humble himself. തന്നെത്താൻ അവൻ താഴ്ത്തി. And up to which point did he humble himself? എത്രത്തോളം അവൻ താഴ്ത്തി? The death of the cross. ക്രൂശിലെ മരണത്തോളം താഴ്ത്തി. So what do you see there? എന്താണ് നിങ്ങൾ അവിടെ കാണുന്നത്? Willingness to give up his position. തന്റെ സ്ഥാനമാനങ്ങൾ താൻ ഉരിഞ്ഞു വെക്കുവാനുള്ള അവന്റെ മനസ്സ്. No more clinging on to my rights, my position. തന്റെ സ്ഥാനവും മാനവും പിടിച്ചു തൂങ്ങി നിൽക്കുവാനുള്ള ആ വ്യഗ്രത കളഞ്ഞിട്ട്, Willingness to make himself small. തന്നെത്താൻ അവൻ താഴ്ത്തുവാനുള്ള മനോഭാവത്തിലേക്ക് വരുന്നു. Willingness to make any amount of sacrifice. എന്ത് ത്യാഗവും അതിന് കൊടുക്കുവാൻ താൻ ഒരുങ്ങി വരുന്നു. So if you look at John 13 യോഹന്നാന്റെ 13 നോക്കുമ്പോൾ, and Philippians 2, ഫിലിപ്പിയ ലേഖനം 2 നോക്കുമ്പോൾ, there you have all the principles of service. അതേ, ശുശ്രൂഷിക്കുവാനുള്ള എല്ലാ തത്വങ്ങളും പാലനങ്ങളും അവിടെ കാണിച്ചിരിക്കുന്നു. Determination, ഒരു മനസ്സ്, willingness to humble, ഒരു താഴുവാനുള്ള മനസ്സ്, willingness to take the last place, അവസാന സ്ഥാനം പോലും എടുക്കുവാനുള്ള മനസ്സ്, willingness to give up my position, എല്ലാ സ്ഥാനവും ഉരിഞ്ഞു വെക്കുവാനുള്ള മനസ്സ്, willingness to make sacrifices for the sake of others. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം അനുഭവിക്കുവാനുള്ള മനസ്സ്. Dearly beloved, പ്രിയമുള്ളവരെ, without these attitudes we will never be able to serve anyone. ഈ മനോഭാവം ഇല്ല എങ്കിൽ ഒരിക്കലും മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ നമുക്ക് കഴിയത്തില്ല. Oh, we see a poor evangelist. നാം പാവപ്പെട്ട സുവിശേഷന്മാരെ കാണും. Poor fellow, let me give him 10 rupees. അവന് വേണമെങ്കിൽ 10 രൂപ കൊടുക്കും. That's not what we are talking about. അതല്ല ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നത്. We are talking about Christian service. അതേ, ക്രിസ്തീയ മനോഭാവം, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള മനോഭാവത്തെയാണ് ഞാൻ We പറയുന്നത്. are not talking about just helping somebody as we would help a beggar. അതേ, ഒരു യാചകനെ സഹായിക്കുന്ന മനോഭാവമല്ല ഞാൻ പറയുന്നത്. This is a serious business. ഇതൊരു ഗൗരവമായ തത്വമാണ്. This is a lifelong business with which we ought to be occupied fully.